Hi, Makale, welcome back to Asylum Learning. Here is a man behind your success. It's me, Ashik sir. Just blast it. So, മക്കളെ എൻ്റെ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടാവുന്ന സാറിന് അറിയാം. സോ സാർ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ടോപ്പേഴ്സ് എങ്ങനെയാണ് അടിപൊളിയായിട്ട് പഠിക്കുന്നത്. അവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന 3 ഗോൾഡൻ സ്റ്റഡി ടെക്നിക്സ് ആണ് സാർ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, ഇത് അടിപൊളിയായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടോപ്പർ ആകാൻ പറ്റും. സെറ്റ് ആണല്ലോ? യെസ്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരൊക്കെയും ഫോളോ ചെയ്യുന്ന കാര്യമാണ് ഒരു സ്റ്റഡി പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളത്. അതായത് കൃത്യമായിട്ട് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അവരെന്ത് ചെയ്യും, കൃത്യമായി ടൈം ടേബിൾ ചെയ്യും. ഓക്കെ, നമുക്കറിയായിരിക്കും നമ്മളിപ്പോൾ സ്കൂൾ പോകുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഫസ്റ്റ് പീരീഡ് ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കും അല്ലെ, മാത്സ് ഉണ്ടായിരിക്കും, പിന്നെ സോഷ്യൽ ഉണ്ടായിരിക്കും, അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ നമുക്ക് ഉണ്ടായിരിക്കും. സോ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം എന്ത് ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ടോപ്പേഴ്സ് ഇങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പൊ എന്റെ മക്കൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങൾ ടോപ്പേഴ്സ് ആവും. ഓക്കെ, സോ ദെൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നിങ്ങൾക്ക് വലിയ ടോപ്പിക്കൊക്കെ വളരെ കുഞ്ഞു ടോപ്പിക്കായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ സൈലത്തിന്റെ പിന്നെ ആപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അവിടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ചാപ്റ്ററിന് ഒരു 4-5 ക്ലാസ് ഉണ്ടായിരിക്കും അല്ലെ. ആ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ സ്ലോട്ടിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും, അല്ലെ കുഞ്ഞു കാര്യങ്ങളായിട്ട് പഠിപ്പിച്ചു തരും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് റെഗുലർലി. നമ്മൾ എന്ത് ചെയ്യണം, ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അതായത് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. റിവൈസ് വാട്ട് യു ലേൺ എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ച കാര്യം റിവൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 5ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് പീലീസ് വില്ലേജ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ. സോ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി വായിച്ചു നോക്കണം, റിവൈസ് ചെയ്യണം. ഇനിയോ ഒരു ദിവസം വായിച്ചു പിന്നെ അങ്ങനെ തന്നെ വെക്കാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ വരൂലേ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും വായിച്ചു നോക്കുക, പിന്നെയും കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുക, വീണ്ടും വായിച്ചു നോക്കുക. അങ്ങനെ എന്ത് ചെയ്യണം, കൂടെ റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എൻ്റെ മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും. സെറ്റ്. പിന്നെന്താണ്, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അല്ലെ, മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളിപ്പോൾ സോഷ്യലിൽ ഒരു പഠിക്കുകയാണെങ്കിൽ, ഒരു പിന്നെ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം അല്ലെ. ഇപ്പം നിങ്ങളെ സൈലത്തിന്റെ ആപ്പിൽ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിന്നെ നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാതൃകാ ചോദ്യങ്ങളും നിങ്ങൾക്ക് എഴുതി പഠിക്കാവുന്നതാണ് കേട്ടോ. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമുക്കറിയാം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മോഡേൺ വേൾഡിൽ എന്താണ്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് അല്ലേ. ഫോൺ ഒരു മെയിൻ ഡിസ്ട്രാക്ഷൻ ആണ് അല്ലെ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ടൈം കളയും. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും നമ്മളെ പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യുക. ഒരുപാട് ആപ്പുകളുണ്ട്. നമുക്ക് എന്താണ്, ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ മാത്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ആപ്പുകളുണ്ട്. അതേപോലെ തന്നെ ഗെയിമുകളുണ്ട്, നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന. ഇതിലൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. അല്ലാതെ ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫോക്കസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്താണ് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിടിലായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആകാൻ പറ്റും. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, പഠിക്കുമ്പോഴും എന്ത് ചെയ്യണം, വളരെ ശാന്തമായിട്ടുള്ള സ്ഥലത്തിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഹാളിൽ ഇരുന്ന് എല്ലാവരും TV ആണ്, ഇപ്പോൾ ഫുട്ബോൾ ടൈമൊക്കെയാണ് അല്ലേ. ഈ സമയത്ത് എല്ലാവരും ഫുട്ബോൾ കളി കാണുന്ന സമയത്താണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലേക്ക് വരുമോ? ഇല്ല. മെസ്സി അല്ലെ ക്രിസ്ത്യാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾ അടിക്കുന്ന സൗണ്ടേ നമ്മുടെ മനസ്സിൽ നിൽക്കും അല്ലേ. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ടെക്നിക്കുകളും അതേപോലെ നല്ല കിഡിലോസ്കെ ആയിട്ട് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാച്ച് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വജ്ര. ഈ ദാറ്റ് ഈസ് കോൾഡ് പൃഥ്വി കേട്ടോ. ഈ പൃഥ്വി ബാച്ചിന്റെ പ്രത്യേകത എന്താ, അതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടും. ഇനി ഒരു ലൈവ് ക്ലാസ് മിസ്സായാലോ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൽ പോൾ അറ്റാക്ക് എന്ന ഫീച്ചർ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ചാപ്റ്റർ പഠിക്കുന്നു, ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, MCQ അതായത് 4 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലൈവ് ക്വിസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ചാണ്. മാത്രമല്ല നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. നിങ്ങൾക്ക് ആപ്പ് എന്ന് പറയുക, ആപ്പിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ആ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് എന്താണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാവുന്നതാണ്. സെറ്റായിട്ട് നിങ്ങൾ അടിപൊളിയാക്കി തരുന്ന ബാച്ചാണ് ഏത്, പൃഥ്വി ബാച്ച്. സോ എൻ്റെ മക്കളൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ഇപ്പോൾ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് മൺസൂൺ ഓഫർ ഉണ്ട്. 10% ഓഫറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സോ മക്കൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ യുവർ ക്ലാസ്സസ് അവർ വീണ്ടും സന്ധിക്കുന്നവരെ നന്ദി, വണക്കം.